ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുകാണ് ഇട്ടെടുക്കുന്നത്. കടുക് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം 4-5 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്. ഇവയൊന്ന് നന്നായി വഴന്ന് വരട്ടെ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയൊരു പച്ചമുളക് കട്ട് ചെയ്തത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇവയൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത് വാടുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ സവാള കട്ട് ചെയ്യാം. നന്നായി വാടി വന്നു. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാള കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. മുഴുവനും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായി വാടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി അല്പം വെള്ളവും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. വാവ്, നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നായി വെച്ച് കൊടുക്കുകയാണ്. അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്നുകൂടെ അടച്ചു വെക്കാം. ഓഫ് ചെയ്യാം. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് വരും. അതൊക്കെ ബൈ.